ഇത് എന്ത് വേണ്ട? ഇത് നല്ല കളറൊക്കെ ഉണ്ടല്ലോ. ഇത് നമുക്ക് ചുവന്ന വെണ്ടയാണ്. നമുക്ക് വെണ്ട പലതരം ഉണ്ടല്ലോ. കാളക്കൊമ്പൻ ഇത്രയുള്ള ഇവിടെ എത്ര സെന്റിമീറ്റർ? 10-40 സെന്റിമീറ്റർ ഉള്ള ഭയങ്കര വെണ്ടയ്ക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് സൂര്യകാന്തി അല്ലേ? നമുക്കിവിടെ സാധാരണ കാണാറില്ല സൂര്യകാന്തിയുടെ. ഇത് എവിടെ നിന്ന് കിട്ടിയ ചേച്ചി? ഇത് സാറ് മൂന്നാറിൽ പോയിച്ചു വന്നപ്പം വട്ടവടക്ക് പോയിച്ചു വന്നപ്പോ വാങ്ങിച്ചോണ്ട് വന്ന വിത്ത്. ഇത് കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ വെച്ച് കണ്ടായിരുന്നല്ലേ? പിള്ളേര് കണ്ടു. അപ്പൊ പിള്ളേർക്ക് ഇത് കാണണം എന്ന് പറഞ്ഞോണ്ട് പിള്ളേരെ കൂട്ടിക്കൊണ്ട് വന്ന. സാറേ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്? നല്ല ഭംഗിയുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഇതിൽ കണ്ടായിരുന്നു. അത് ഇഷ്ടംപോലെ സൂര്യകാന്തി പൂ നിപ്പുണ്ട്. സാധാരണ ഇത് വട്ടവടയിലും തമിഴ്നാട്ടിലും ഒക്കെ കാണാറുള്ളൂ. സാർ എങ്ങനെയാ ഇത് ഇവിടെ കൊണ്ടുവന്നത്? തന്നെയല്ല, ഇത് ശരിക്കും കിഴക്കോട്ട് തിരിഞ്ഞേ നിൽക്കുള്ളൂന്നാ പറയുന്നത് സൂര്യകാന്തി പൂ. നമ്മള് ഈ പറഞ്ഞറിയുന്ന പല കാര്യങ്ങളും ശരിയല്ല. നമസ്കാരം. നമസ്കാരമുണ്ട്. അതെ അതെ ചേച്ചി നമസ്കാരം. അപ്പൊ ഞങ്ങളിവിടെ ഇന്ന് വന്നത് ഇരട്ടക്കൊമ്പൻ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ. ഇവിടെ വന്ന് സാറിന്റെ ഇങ്ങനെയുള്ള ഈ പച്ചക്കറി കൃഷിയും അതുപോലെയുള്ള പലവിധ പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാല് ഇന്ന് ശാസ്ത്രത്തെ വെല്ലുന്ന രീതിയിലുള്ള പല പ്രോഗ്രാം അവിടെ കണ്ടു. അപ്പൊ അതിനെപ്പറ്റി ഇരട്ടക്കൊമ്പനകത്ത് വീഡിയോ വന്നു. അപ്പം നമ്മളത് കണ്ടപ്പോൾ എനിക്കിതിനെപ്പറ്റി കുറച്ച് അറിയാമായിരുന്നു. ഇതിനെപ്പറ്റി കണ്ടപ്പോഴാണ് നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞു ഇത്രയും നല്ല ഒരുപാട് കാര്യങ്ങൾ പെൻഷൻ പറ്റിയിട്ടും ചെറുപ്പക്കാരനായ ഗോപാല സാറ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സാറിനൊന്ന് അനുമോദിക്കണം, നാദിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ സുഹൃത്തുക്കളും ഇവിടെ വന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ വെറും ചേമ്പരക്കകത്ത് വെള്ളം വീണ തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം കണ്ടിട്ട് അതെങ്ങനെ ഉണ്ടാക്കി അതിന്റെ സിസ്റ്റം എന്താന്ന് ഇന്ന് കുട്ടികൾക്ക് പോലും കണ്ടെത്താൻ പറ്റുന്നില്ല. അതുപോലെ പച്ചക്കൃഷി നമുക്ക് ഇതിനകത്ത് ടെറസിന് നമ്മൾ ചെയ്യാമെന്ന് പഠിപ്പിച്ചു. അതുപോലെ ഒരു മുരിങ്ങ ഒരു ഡ്രമ്മിനകത്ത് വാർക്കട മേളിയാണ്. നിരത്തിഷ്ടം പോലെ സൂര്യകാന്തി കണ്ടിട്ടില്ല, സൂര്യകാന്തി ചെടി വാർക്കട മേളി കാണുന്നു. അങ്ങനെ വന്ന് കാണുന്നവന് കണ്ണിനും കാതിനും ഒരുപാട് കുളിർമയേകുന്ന ഈ പ്രോഗ്രാം നമുക്ക് ജനങ്ങളിലേക്ക് എത്തിച്ചേർന്ന ഇരട്ടക്കൊമ്പൻ ചാനലിന് പ്രത്യേകം ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. അപ്പം ഞങ്ങൾ ഗോപാല സാറിനെയും ചേച്ചി വന്ന് ആദരിക്കുന്നതിന് വേണ്ടി നിങ്ങളോട് ഞങ്ങൾ സമയം ചോദിക്കുകയാണ്. എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഇത്രയും പ്രതിഭാശാലിയായ ഗോപാല സാറിനെയും ചേച്ചിയെയും ഞങ്ങളുടെ സ്നേഹാദരം. സാർ എറണാകുളത്തൊക്കെ ആകുമ്പോഴേ ഈ കൃഷി കാര്യങ്ങളൊക്കെ അതെങ്ങനെയാ നനയ്ക്കലും ഒക്കെ ചെയ്യണമല്ലോ? അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാല് 300 വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വേനൽക്കാലം ഞങ്ങൾ ബാംഗ്ലൂരാ, ഞാനും രാധയും കൂടെ കിടക്കുമ്പോഴത്തേക്ക് ഈ പച്ചക്കറി മുഴുവൻ കരിഞ്ഞു പോകാതെ വാടാതെ പോകാതെ മുഴുവൻ വെള്ളം ഒഴിക്കാനായിട്ട് ഇവരെല്ലാവരും, സജിമോനെ, ഭാര്യ ശിവാനന്ദന്, ജയൻചേട്ടന്റെ ഭാര്യ ബാലേട്ടനെ എല്ലാവരും വന്നിച്ച് ഇത് വെള്ളമൊഴിച്ച് രക്ഷിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ആ സൗഹൃദത്തിന്റെ ആഴം. അവർക്ക് വേറെ പണിയില്ലാഞ്ഞിട്ടല്ല. സജിമോനൊക്കെ ഒരു സമയം, ജയൻചേട്ടനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇരാറ്റുവേട്ടയിലും ഒക്കെയാണ് പുള്ളിയുടെ വർക്കൊക്കെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് പോലും ഞാൻ പേരാരുടെങ്കിലും വിട്ടുപോയിട്ടുണ്ട്, എന്നെ ക്ഷമിക്കണം. അങ്ങനെ ചെയ്യുന്ന എനിക്ക് സൗഹൃദമാണ് എൻ്റെ ശക്തി, എൻ്റെ പവർ എന്ന് പറയുന്നത്. സാറേ ഇവിടെ ഇഷ്ടംപോലെ സൂര്യകാന്തി പൂ നിപ്പുണ്ട്. സാധാരണ ഇത് വട്ടവടയിലും തമിഴ്നാട്ടിലും ഒക്കെ കാണാറുള്ളൂ. സാർ എങ്ങനെയാ ഇത് ഇവിടെ കൊണ്ടുവന്നത്? തന്നെയല്ല, ഇത് ശരിക്കും കിഴക്കോട്ട് തിരിഞ്ഞേ നിൽക്കുള്ളൂന്നാ പറയുന്നത് സൂര്യകാന്തി പൂ. നമ്മള് ഈ പറഞ്ഞറിയുന്ന പല കാര്യങ്ങളും ശരിയല്ല. സംഭവം എന്ന് വെച്ചാൽ ഞാൻ വട്ടവടയിൽ കൊണ്ട് വെച്ചതായിട്ട് ഒരു 5-8 വർഷമായിട്ട് ഞാൻ ഇതിന്റെ തലമുറകളായിട്ട് ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ഇന്ന് വരെ അന്നേരം രാധ എന്നോട് ചോദിച്ചായിരുന്നു ഈ സൂര്യകാന്തി അങ്ങനെയല്ലേ നിൽക്കുന്നത് ചോദിച്ചായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ അനുഭവത്തിൽ ഒരിക്കലും ഈ സൂര്യൻ ഇങ്ങോട്ട് പടിഞ്ഞാറോട്ട് പോകുന്നിടത്തോട്ട് ഈ സൂര്യകാന്തി പോയിട്ടില്ല. ഇല്ല, പോവുകയല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജർബറ എന്ന് പറയുന്ന ചെടി രാവിലെ ഇങ്ങനെ താഴോട്ട് തുടങ്ങി കിഴക്കോട്ട് ഇങ്ങനെ വരാറുണ്ട്. പക്ഷേ ഈ സൂര്യകാന്തി ഒരിക്കലും പോകാറില്ല. ലക്ഷക്കണക്കിന് പിന്നെ ഏക്കർ കൃഷി ചെയ്യുന്ന നമ്മുടെ തമിഴ്നാട്ടിൽ ഒരിക്കലും സൂര്യകാന്തി ആ വശത്തോട്ട് പോയിട്ടില്ല. സാറ് ഇത് നേരത്തെ തൊട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്? ഞാനൊരു 5-6 വർഷമായി. 5-6 വർഷമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 രൂപ മുടക്കി ഞാൻ വട്ടവടയിൽ നിന്ന് പിന്നെ ഒരു സൂര്യകാന്തിയുടെ വിത്ത് മേടിച്ചു. ഇവിടെ കൊണ്ട് നട്ടു കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യത്തെ വിളവെടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എണ്ണി നോക്കി 460 വിത്ത് ഇതിനകത്ത്. അത് പിന്നെ രാധ എടുത്ത പിന്നെ കൂടിൻ്റെ അകത്തിട്ട് ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഓരോ വർഷം ഞങ്ങൾ കുറച്ച് എടുത്തിട്ട് നമുക്ക് നമ്മുടെ സ്പേസ് അനുസരിച്ചിട്ട് ഇപ്പൊ ഈ ആണ്ടില 8-10 നട്ടുള്ളൂ. അതുപോലെ മനോഹരമായിട്ട് അങ്ങനെ നിൽക്കുവാണ്. അത് രാവിലെ ഇത് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പിന്നെ ഭൂമിയിലെ നക്ഷത്രമാണ് പൂക്കൾ എന്നുള്ള ഒരു ആപ്തവാക്യമുണ്ട്. അത് കാണുക എന്നുള്ളത് നമ്മുടെ ഒരു വലിയൊരു അംബിഷനാണ്. അത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു
പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ എനിക്ക് വലുതാണ്. ഓണക്കാലമാണ്. അതെ. മുളകിനൊക്കെ നല്ല വിലയാണല്ലോ സാറേ. ഇത് സാറിന് ആവശ്യമില്ലാത്തതാണെങ്കിൽ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ സാറിന്. അല്ല ഇത് നിന്നാ പഴുത്ത് പോകാതെ സജാൻ ഇന്ന് ഇവിടെ നമ്മള് ചെറിയൊരു ഫംഗ്ഷൻ നടത്തുന്നുണ്ടല്ലോ. അന്നേരം അതിന് വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടായി വന്നപ്പോഴത്തേക്ക് എല്ലാം വലിച്ച് പറിച്ചായിരുന്നു ഞാന്. അത് മുളകാണ് സാറേ. ഇത് മുളകാ. ഇതെല്ലാം ഇത് കണ്ടോ പഴുത്ത മുളക് ഇങ്ങനെ. ഇതിങ്ങനെ ഇത് നിൽക്കുന്നതാണെങ്കിൽ സാറിന് ആവശ്യമില്ലെങ്കിൽ നമ്മൾ എടുത്തോളാം. അതിൽ ആവശ്യമില്ലാതെയൊന്നുമില്ല. എന്തെങ്കിലും സാധനം വേണം പറിച്ചു കേട്ടോ. ഇതിങ്ങനെ കളയാൻ കഴിയില്ലാത്തോണ്ടാ, അല്ലാണ്ട് നമുക്ക് ആവശ്യമില്ല. പിന്നെ പിന്നെ ഇത് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് പറിക്കാൻ തോന്നിയാല. അങ്ങനെയുണ്ട് ചിലര്. പറിച്ചോണ്ട് പോക്കോ. ഞങ്ങൾക്ക് എനിക്കും രാധയ്ക്കും കൂടെ ഒരു ദിവസം 5 അല്ലെ 10 മുളക് മതി. ഇത് എന്ത് വേണ്ട? ഇത് നല്ല കളറൊക്കെ ഉണ്ടല്ലോ. ഇത് നമുക്ക് ചുവന്ന വെണ്ടയാണ്. നമുക്ക് വെണ്ട പലതരം ഉണ്ടല്ലോ. കാളക്കൊമ്പൻ ഇത് ഇത്രയുള്ള ഇവിടെ എത്ര സെന്റിമീറ്റർ 10-40 സെന്റിമീറ്റർ ഉള്ള ഭയങ്കര വെണ്ടയ്ക്ക ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇത് നമ്മള് ചുവന്ന വെണ്ടയ്ക്കയാണ്. ഇതിന്റെ വെണ്ടയ്ക്ക നല്ല ചുവന്നതാണ്, നല്ല ഭംഗിയാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ പറിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 ഇഞ്ച് നീളമുള്ളൊരു വെണ്ടയ്ക്ക പറിച്ചു. സെയിം. ഇതിന്റെ കളർ ഒഴികെ ബാക്കിയെല്ലാം ഇതിന്റെ ന്യൂട്രിറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് സെയിം ആണ് എല്ലാത്തിന്റെ. അതെ. ഇപ്പൊ അത് കണ്ടോ, ഞാൻ വിത്തിന് വേണ്ടിട്ട് ഒരു വെണ്ടയ്ക്ക നിർത്തിയിരിക്കുന്നുണ്ടല്ലേ. അതിനെ കഴിഞ്ഞ് നീളമുള്ള ഒരെണ്ണമായിരുന്നു. പക്ഷെ നമുക്ക് ഈ കുറച്ചായി കഴിയുമ്പോഴേ നമ്മളിവിടെ കട്ട് ചെയ്യും. കട്ട് കഴിഞ്ഞ് അതിന്റെ അടിയിൽ നിന്ന് ഇത് കണ്ടോ, ഈ സാധനം കുറെ കൂടെ ഫ്ലറിഷ് ചെയ്യും. അതെല്ലാം വെട്ടിവിട്ടിട്ട് അതെല്ലാം നല്ല മിടുക്കന്മാരായിട്ട് വന്നിട്ട് ഒരു 1-1.5 മാസം കൊണ്ട് അതെല്ലാം നല്ല വെണ്ടയ്ക്ക ഉണ്ടായി വരും. അന്നേരം വെണ്ടയ്ക്കായും വഴുതനങ്ങയൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വിട്ടു കഴിഞ്ഞാല് പുതിയ ഇതുണ്ടാവും. ഇത് സൂര്യകാന്തി അല്ലേ? നമുക്കിവിടെ സാറിനെ കാണാറില്ല സൂര്യകാന്തിയുടെ. ഇത് എവിടെ നിന്ന് കിട്ടിയ ചേച്ചി? ഇത് സാറ് മൂന്നാറിൽ വന്നപ്പം വട്ടവടയ്ക്ക് പോയി വന്നപ്പോ വാങ്ങിച്ചോണ്ട് വന്ന വിത്ത്. എന്നിട്ട് നമ്മളിവിടെ പാകി മുളപ്പിച്ച് ഇഷ്ടംപോലെ പൂവുണ്ടായി. വട്ടവടയ്ക്ക് പോയേ പോയിട്ട് ഒരു 5-6 കൊല്ലം ആയതാ. വിത്ത് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. എന്നിട്ട് ആണ്ടില് നമ്മൾ പാകി മുളപ്പിക്കും. പിന്നെ ഇതിന്റെ തന്നെ വിത്ത് കഴിഞ്ഞ കൊല്ലം എടുത്ത് വെച്ച് അത് തന്നെ ഇത് ഇപ്പൊ ഇതിന്റെ തന്നെ വിത്ത്. ഇതിന്റെ അരിയാണോ നമ്മൾ ഈ ഉപയോഗിക്കുന്നത്, കഴിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്? ഇതിന്റെ അരിയാണോ സൂര്യകാന്തി? അതിന്റെ അരി വറുത്തൊക്കെ കഴിക്കുന്നവരുണ്ട്. നമ്മുടെ ഈ ഇതിന്റെയൊക്കെ നമ്മുടെ വെള്ളിരിക്കയുടെ ഒക്കെ അങ്ങനത്തെ കുഞ്ഞു കുരു. ഇതിനെന്താ വളം ചെയ്യണേ? ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും ഇല്ല. പിന്നെ ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ അല്ലാതെ വേറൊന്നും ഇല്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുല്ലൊക്കെ പറിച്ച് നമ്മളിങ്ങനെ നടുവല്ലേ. അടുത്ത വർഷം മൊത്തം നടുവാണ് നല്ലതാണ്, കാണാൻ നല്ല ഭംഗിയാണ്. അത് ശരിയാ. പക്ഷെ നമ്മള് ഈ ചെടിയായിട്ട് ഇതിലെ ബാക്കി ചുറ്റും ഇനി അടുത്ത കൊല്ലം അങ്ങനെ നടാം. ഈ സൂര്യകാന്തി പൂവിൽ നിന്നാണ് സൂര്യകാന്തി എണ്ണ. ഇപ്പൊ ഞാനിപ്പോ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ KSE ബോർഡിലെ ഉദ്യോഗസ്ഥനാണ് നമ്മുടെ ശിവാനന്ദൻ. പുള്ളി ഇടുക്കിയിലെ എവിടെയെങ്കിലും ജോലി ചെയ്യാത്ത സ്ഥലം എനിക്ക് തോന്നുന്നില്ല. അന്നേരം വട്ടവട മുതൽ എങ്ങോട്ടുള്ള എല്ലാ ഈ സൂര്യകാന്തി പാടങ്ങളും കണ്ടിട്ടുള്ള ഒരു മനുഷ്യനാണ്. അന്നേരം പുള്ളിക്ക് അതിനെ കുറിച്ച് അറിയാം. അന്നേരം ഞാൻ എന്നാ പറയുന്നറിയാൻ വേണ്ടി ചോദിച്ചതാണെന്നാണ്. സൂര്യകാന്തി ഇവിടെ നമുക്ക് സൂര്യകാന്തിയുടെ വിത്ത് എടുത്തിട്ട് എണ്ണ ഉണ്ടാക്കാം. പക്ഷെ നമ്മൾ ഈ 5-6 എണ്ണം വെച്ചിട്ടില്ല. ഇത് നമ്മുടെ ഒരു വീടിന്റെ ഒരു സൗന്ദര്യം കാണാനായിട്ടുള്ള ഇമ്പത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ എനിക്കിത് രാവിലെ എഴുന്നേറ്റിട്ട് അവിടെ നോക്കുമ്പോഴത്തേക്ക് ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ വളർത്തുന്നതാണ്. ഇതിൻ്റെ അകത്ത് സൂര്യകാന്തി എണ്ണ എടുക്കാൻ 5-6 വിത്ത് കൊണ്ട് 10-400 വിത്ത് കൊണ്ട് നമുക്ക് പറ്റത്തില്ല. എങ്കിൽ ആ സൂര്യകാന്തിയുടെ ആ സൗന്ദര്യം കാണാൻ വേണ്ടി മാത്രം ഒരു ഓർണമെന്റൽ പ്ലാന്റ്. ഇത് കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ വെച്ച് കണ്ടായിരുന്നല്ലേ? പിള്ളേര് കണ്ടു. അപ്പൊ പിള്ളേർക്ക് ഇത് കാണണം എന്ന് പറഞ്ഞോണ്ട് പിള്ളേരെ കൂട്ടിക്കൊണ്ട് വന്ന. ഗംഭീരം കേട്ടോ, ഗംഭീരം. നിങ്ങൾ കണ്ടതിലും ഇത് കാണണമെന്ന് വിചാരിച്ചതിലും എനിക്ക് സന്തോഷം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കണ്ണൻ ഏതിനാടാ പഠിക്കുന്നത്? +2 മുട്ടത്തല്ലേ, വഴുത്തില പഠിക്കുന്നത്. എന്നിട്ട് ഇവരൊക്കെ ഈ +2 കഴിയുമ്പോഴത്തേക്ക് ഇവരൊക്കെ ചിലപ്പോൾ എഞ്ചിനീയറിംഗ് രീതിയിലൊക്കെ തിരിയാനുള്ള പിള്ളേരാ. അന്നേരം ഇങ്ങനെയുള്ള കുറെ പിള്ളേര് നമ്മുടെ ഈ ഭാഗത്തുണ്ട്. ഒരു മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചലനത്തിന്റെ ഒരു സംഭവം കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ നോക്കിയിട്ട് ഇതെല്ലാം നമ്മുടെ ഈ സോഡാ കുപ്പിയില്ലേ, സോഡാ കുപ്പിയുടെ അടപ്പ്, ഇവിടെ കിടന്ന പൊട്ടിക്കിടന്ന പ്ലാസ്റ്റിക്കുകളാണ് ഇതൊക്കെ. ഈ ചേമ്പില എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ഉണ്ടാക്കിയ സാധനം. അത് നെറ്റ് വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് അതൊന്നും പൊട്ടുപോലില്ല, അത്രയും നല്ല സ്ട്രോങ് ആയിട്ട് ഉണ്ടായിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ പിന്നെ ഈ താറാവിനെയൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചലനാത്മകത ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചതാണ്. എന്നാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ പിള്ളേർ വരും. ഈ ഇതുപോലെ പഠിക്കുന്ന പിള്ളേർ വരും.
അന്നേരം അവർക്ക് ഇത് എങ്ങനെയാണെന്നൊക്കെ അറിയാനുള്ള ഒരു ജിജ്ഞാസ എന്നൊക്കെ അടിപൊളിയാ. ഒരു ജിജ്ഞാസ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ സജീവന്റെ പിന്നെ ഇതില്ലേ ഈത്തപ്പഴം ഉണ്ടായില്ലേ, നമ്മളെല്ലാരും പോയി കണ്ടത് സജീവന്റെ ഫാമിന്റെ. അപ്പം ആ ഫാമിന്റെ പിന്നെ ഈത്തപ്പഴത്തിന്റെ ഖ്യാതിയിൽ ഈ നമ്മുടെ ലോകം മുഴുവൻ അറിഞ്ഞില്ലേ. അന്നേരം അത് ചെയ്തത് മുഴുവൻ ഞങ്ങളുടെ സുഹൃത്തുക്കള് ഇരട്ടക്കൊമ്പൻ എന്ന് പറയുന്നത്. അന്നേരം അവര് ഇങ്ങനെ വന്നു കണ്ടു, അവരിതങ്ങോട്ട് പബ്ലിഷ് ചെയ്തു. അതിനിപ്പോ ഭയങ്കര റീച്ചാണ്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തൊരു മെസ്സേജ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. എന്താ വെച്ചാൽ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ കുറെ ആളുകൾ ഉണ്ടാകുമല്ലോ, നമ്മുടെ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ കുറെ പിള്ളേരും ഉണ്ടാകില്ല. ഇതെന്താണ്, എന്തുകൊണ്ടെന്നൊരു ചോദ്യം അവരുടെ മനസ്സിലോട്ട് ഉണ്ടാകത്തില്ലേ. ആ ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ചെയ്തു വെച്ചതേ ഉള്ളൂ. സാറേ അന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു, പിന്നെ അത് പതയൊക്കെ വന്ന് ചാടുന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുമല്ലേ, അന്നേരം അതിനകത്ത് കൂത്താടിയൊക്കെ മുട്ടിടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്നാ കഴിഞ്ഞാൽ കുറെ ഹാൻഡ് വാഷ് ഒഴിക്കും. ആ ഹാൻഡ് വാഷ് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് വെള്ളം വീഴുമ്പോഴത്തേക്ക് പതയാകുന്നതാണ്. കാണിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തില് ചക്രം ചവിട്ടി കറക്കുന്ന സംഭവങ്ങളൊക്കെയാണ് അതൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത്. സജീവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സജീവന്റെ ചെറുപ്പത്തില് അച്ഛന്റെ കാലത്ത് ചക്രം ചവിട്ടി വെള്ളം കയറ്റുന്നത് ഞാനും കണ്ടിട്ടുണ്ട്. അന്നേരം അതിങ്ങനെ കറക്കി ഒരു കുഞ്ഞൊരു സാധനം എനിക്ക് കിട്ടിയതാണ്. അത് വെച്ചിട്ട് ഇതിപ്പോ നമുക്കൊരു ചെറിയൊരു ഡാമേജ് പറ്റിയിട്ടുണ്ട്, അത് ഞാൻ ശരിയാക്കി വെച്ചോളാം. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പട്ടാളക്കാരൻ ഇങ്ങനെ പോകുന്നത്, കൃഷിക്കാരൻ ചെയ്യുന്നത്. അന്നേരത്തേക്ക് നമ്മുടെ ഭാരതമല്ലേ നമ്മുടെ വലുത്. അന്നേരം ഭാരതത്തിന്റെ കൂടി അത് ഇച്ചിരി പഴയിപ്പോയി കേട്ടോ, ഇനി എല്ലാം പുതുക്കാനുള്ളതാണ്. അങ്ങനെ അങ്ങ് ചെയ്തു വെച്ചതാണ്. സാറേ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? നല്ല ഭംഗിയുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഇതിൽ കണ്ടായിരുന്നു. അത് നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. ഇത് മനോഹരമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറും ചിരട്ടയാണ്. നമുക്ക് എല്ലാവർക്കും വേസ്റ്റ് ആക്കി കളയാനുള്ള സാധനം ആണല്ലോ ചിരട്ട. ആ ചിരട്ട കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു കൗതുക വസ്തുവാണ്. വളരെ യാദൃച്ഛികമായിട്ട് അതൊരു ദിവസം ചിരട്ട തേങ്ങ പൊട്ടിക്കുമ്പോൾ ഒരു പീസ് ഒരു ത്രികോണാകൃതിയിൽ എന്റെ കാലിൻ ചോട്ടി വന്നു. അന്നേരം ഞാനത് എടുത്തിട്ട് ഞാനത് ഡെവലപ്പ് ചെയ്ത് ആണ് ഞാൻ ഇങ്ങനെ ആക്കിയത്. നല്ല മനോഹരമായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കത് ഒന്ന് കറങ്ങിയെങ്കിലേ അതെല്ലാം കാണാൻ പറ്റുള്ളൂ എന്ന് ഞാൻ അത് കറക്കിയതാണ് ഇങ്ങനെ. അങ്ങനെയൊക്കെയാണ് എന്റെ സംഭവം. നല്ല ഐഡിയാസ് ഉണ്ടല്ലോ അത് വെച്ചിട്ട്. ഐഡിയ അങ്ങനെ എനിക്ക് മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഐഡിയ ഒന്നും എനിക്കില്ല. പക്ഷെ മറ്റുള്ളവർ ചെയ്യാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത് മാത്രം. എല്ലാം നല്ല ചിരട്ടകള് കളർ കൊടുത്തിട്ടുണ്ടോ സാറേ? ഇല്ല. ചിരട്ടയ്ക്ക് കളർ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ റിയാലിറ്റി പോകും. ആ വെളുത്ത സാധനങ്ങളെല്ലാം ഇലയും പൂവും എല്ലാം കരിക്കിന്റെ ചിരട്ടയാണ്. കരിക്കിന്റെ അതാണ് വെളുത്ത കളർ. നല്ല ഭംഗിയായിട്ടുണ്ട്. നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആഫ്രിക്കൻ ഒച്ചാണ്. എല്ലാരും വെറുത്തിട്ട് അറച്ചിട്ടങ്ങനെ കളയുവാണ്. അപ്പം ഞാൻ എൻ്റെ വീട്ടിലെ ഈ കഴിഞ്ഞ ദിവസം കൊണ്ടൊക്കെ കിട്ടിയ കുറെ ആഫ്രിക്കൻ ഒച്ചിനെ എടുത്ത് ഞാൻ അതിനെ സംസ്കരിച്ചെടുത്തു. അതിൻ്റെ അകത്തെ സാധനങ്ങളെല്ലാം പോയിട്ട് ആ മാംസള ഭാഗം എല്ലാം പോയിട്ട് ഞാൻ അവനെ എടുത്ത് വാർണിഷ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഒരു ബേസെ പിടിപ്പിച്ചിട്ട് ഒരു കൊച്ചു ഫ്ലവർ വൈസ് ഉണ്ടാക്കിയതാണ്. നമ്മൾ എല്ലാവരും വെറുക്കുന്ന ഏത് സാധനത്തിൻ്റെ അകത്തുനിന്നും നമുക്ക് ആകർഷകമായിട്ടൊരു സാധനം ഉണ്ടാക്കാമെന്നുള്ളൊരു തോന്നലിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത സാധനമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.